തുടങ്ങിയ ആൾക്കാർ വരാൻ ഒന്നാമതെത്തുവാനുള്ളതല്ല, നമുക്ക് ഒന്നിച്ചു നിൽക്കുവാനുള്ളതല്ല. ബാലസംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന SSLC പരീക്ഷ കോച്ചിങ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ പരീക്ഷാഭീതി അകന്ന് ലോകം മുഴുവനും കൊറോണ ഭീതിയിലാണ് ഇപ്പോൾ. സാധാരണയായിട്ട് നമുക്ക് എപ്പോഴും പറയാവുന്നത് പോലെ ഭീതിയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നമ്മുടെ SSLC പരീക്ഷയിൽ ഇനി 3 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും പരീക്ഷ തീരാനുള്ളത്. നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 വിഷയങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉന്നത വിജയം നേടാൻ സാധിക്കും. എല്ലാവർക്കും ഒരുമിച്ച് A+ വിജയം കരസ്ഥമാക്കാൻ പറ്റും. അതിന് സഹായകരമാകട്ടെ ഈ ക്ലാസുകൾ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വിഷയം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രഞ്ജിത്ത്. ഷൊർണൂർ KVR ഹൈസ്കൂളിലെ അധ്യാപകനാണ്. ഭൗതികശാസ്ത്രം അധ്യാപകനാണ്. എൻ്റെ സ്വദേശം ഭീമനാടാണ്. നമുക്ക് ഫിസിക്സ് ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഫിസിക്സിന് നമ്മളെല്ലാവരും നോക്കിയാൽ അറിയാം, ആകെ 7 പാഠങ്ങളാണ് ഉള്ളത്. നമ്മളെല്ലാവരും ഫിസിക്സിൻ്റെ പാഠപുസ്തകം നോക്കിയാൽ ഈ 7 പാഠങ്ങൾ പ്രത്യേകിച്ച് 3 വിഭാഗങ്ങളിലാക്കി മാറ്റി തരംതിരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. എല്ലാവരെയും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ പാദവാർഷിക പരീക്ഷകൾ എഴുതി, അർദ്ധവാർഷിക പരീക്ഷകൾ എഴുതി, മോഡൽ പരീക്ഷ എഴുതി നിൽക്കുകയാണല്ലോ. ഈ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒന്ന് നോക്കൂ. 1 മാർക്കിന്റെ 4 ചോദ്യം, 2 മാർക്കിന്റെ 4 ചോദ്യം, 3 മാർക്കിന്റെ 4 ചോദ്യം, 4 മാർക്കിന്റെ 4 ചോദ്യം. ഇങ്ങനെ ആണ് നമുക്ക് 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഫിസിക്സ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇതിൽ ഓരോ വിഭാഗത്തിലും നമുക്ക് ഓരോ ചോയ്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾ 7 പാഠങ്ങളിൽ, ഫിസിക്സിലെ 7 പാഠങ്ങളിൽ 40 മാർക്കിനാണ് ഉത്തരം എഴുതേണ്ടത്. നമുക്ക് ധാരാളം സമയമുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ അതിജീവിക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മൾ പറയുന്നത് പോലെ ഗെറ്റ് റെഡി. നമ്മുടെ ക്ലാസ്സുകളിലൂടെയും നമ്മുടെ പഠനത്തിലൂടെയും ഈ ഫിസിക്സ് പരീക്ഷയിൽ എല്ലാവർക്കും A+ കിട്ടാൻ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ 7 വിഭാഗങ്ങളിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളാണ്. നോക്കൂ, ഒന്നാമത്തെ പാഠം വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ.
വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠമോ, രണ്ടാമത്തെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, വൈദ്യുത കാന്തിക ഫലം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പാഠം കഴിഞ്ഞാൽ അതില് കാന്തിക ഫലമാണ് രണ്ടാമത്തെ പാഠം. ഏതിന്റെ? വൈദ്യുതിയുടെ തന്നെ. പിന്നെ മൂന്നാമത്തെ പാഠം വൈദ്യുത കാന്തിക പ്രേരണം. ഇങ്ങനെ 3 പാഠങ്ങളാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള 3 പാഠങ്ങൾ. നാലാമത്തെ പാഠത്തിലേക്ക് കടക്കുമ്പോൾ അത് ഒന്നാമത്തെ പാഠം വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, രണ്ടാമത്തെ കാന്തിക ഫലം, മൂന്നാമത്തെ വൈദ്യുത കാന്തിക പ്രേരണം. ഇനി നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും പാഠങ്ങൾ നമുക്ക് പ്രകാശത്തിന്റെ പ്രതിപതനം, പ്രകാശത്തിന്റെ അപവർത്തനം, അതുപോലെ തന്നെ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഇങ്ങനെയാണ് 4, 5, 6 പാഠങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 പാഠങ്ങൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും പാഠം പ്രകാശവുമായി ബന്ധപ്പെട്ടതാണ്. ഏഴാമത്തെ പാഠം നമുക്കറിയാം, ഏഴാമത്തെ പാഠം പറയുന്നത് ഊർജ പരിപാലനമാണ്. ഇങ്ങനെ ഈ 7 പാഠങ്ങളിൽ നിന്നും 40 മാർക്കിന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് യാതൊരു തരത്തിലും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എങ്ങനെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. അപ്പൊ അത് എങ്ങനെ നമുക്ക് സാധിക്കും? അപ്പൊ ഇന്ന് നമുക്ക് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ 3 പാഠങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാം. അതിൽ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, ഒന്നാമത്തെ പാഠത്തിൽ വരുന്നത് വൈദ്യുതിയുടെ താപ പ്രകാശ ഫലങ്ങളാണ്. ഒന്നാമത്തെ പാഠം പറയുന്നത് വൈദ്യുതിയുടെ താപ പ്രകാശ. അപ്പോ എങ്ങനെയാണ് നമുക്ക് വൈദ്യുതിയുടെ താപ പ്രകാശ ഫലങ്ങളിൽ ഏതെല്ലാമാണ് വരുന്നത്? അതിലാദ്യം നമുക്ക് നോക്കാം പ്രകാശ ഫലങ്ങൾ. ഇതില് ശ്രദ്ധിച്ചു നോക്കാം പ്രകാശഫലം. അപ്പൊ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ. അതിൽ വൈദ്യുതിയിൽ നിന്ന് എങ്ങനെയാണ് പ്രകാശം ഉണ്ടാവുക? അപ്പൊ അതില് നമ്മൾ പ്രധാനമായിട്ടും ഇത് പറയുമ്പോൾ ഓർമ്മിക്കേണ്ടുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്, തോമസ് ആൽവ എഡിസൺ. മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന തോമസ് ആൽവ എഡിസൺ ആണ് ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് വലിയൊരു പ്രകാശം സൃഷ്ടിച്ചത്. നമുക്ക് ഇന്ന് കാണുന്ന ഫിലമെന്റ് ബൾബുകൾ ആദ്യമായിട്ടുണ്ടാക്കിയത് മെൻലോ പാർക്കിലെ മാന്ത്രികനായ മഹാനായ ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൺ. ഇദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയാണ്, ഒരുപാട് പരീക്ഷണ വസ്തുക്കളിൽ പരീക്ഷണം നടത്തി തലങ്ങും വിലങ്ങും നോക്കിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഫിലമെന്റ് കണ്ടെത്തുന്നത്. ഏതാണ് അത് ഫിലമെന്റ്? ടങ്സ്റ്റൺ ലോഹം കൊണ്ടുണ്ടാക്കിയ ഈ ഫിലമെന്റ് കണ്ടെത്തുന്നത്. പ്രകാശഫലത്തിൽ വരുന്നതാണ് ഇൻകാൻഡസെന്റ് ബൾബ്. നോക്കൂ, ഇൻകാൻഡസെന്റ് ബൾബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഇൻകാൻഡസെന്റ് ബൾബ്. ഇൻകാൻഡസെന്റ് ബൾബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഫിലമെന്റ് ബൾബാണ്. ഇന്നിപ്പോ അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇല്ലാതായിരിക്കുന്നു. പല സ്ഥലങ്ങളിലും ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയും ഇപ്പോ
ഫിലമെന്റ് ബൾബുകൾ ഉപയോഗിക്കുന്നത്. അതിനുള്ള കാരണം നമുക്കിപ്പോൾ പറയാം. ഈ രണ്ടാമത്തെ തരം ബൾബാണ്. അപ്പൊ ഇൻകാൻഡസെന്റ് ബൾബിന് എന്താണുള്ളത്? അത് ടങ്സ്റ്റൺ ലോഹം കൊണ്ടുണ്ടാക്കിയത്. എന്താ ഈ ടങ്സ്റ്റൺ ലോഹത്തിന്റെ പ്രത്യേകത? ടങ്സ്റ്റൺ ലോഹം അതിന്റെ പ്രധാനമായ പ്രകാശം, ധവളപ്രകാശം പുറത്തുവിടാനുള്ള ശേഷിയുണ്ട്. എപ്പോൾ? വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത്. അപ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അത് ധവളപ്രകാശം പുറത്തുവിടണം. അതിന്റെ പ്രതിരോധം വളരെ കൂടുതലാണ്. അതിന്റെ ദ്രവണാങ്കം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അത് നേർത്ത കമ്പികളാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അതിനെ നമ്മൾ വിളിക്കുക ഡക്റ്റിലിറ്റി എന്നാണ്. അപ്പൊ നേർത്ത കമ്പികളാക്കി മാറ്റാനുള്ള കഴിവ്, ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന റെസിസ്റ്റിവിറ്റി, പ്രതിരോധം തന്നെയാണ് ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, നേർത്ത കമ്പികളാക്കാനുള്ള കഴിവ്, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ധവളപ്രകാശം പുറത്തുവിടാൻ, വൈറ്റ് ലൈറ്റ്, അത് വൈറ്റ് ലൈറ്റ് ആണ് പുറത്തുവിടുന്നത്. ഈ കഴിവുകളാണ് ടങ്സ്റ്റൺ ഫിലമെന്റ് തന്നെ ഉപയോഗിക്കാൻ കാരണം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിന് വേറെ ചില പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിലൊന്നാണ് അതിന് ഓക്സീകരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ആ ബൾബിനെ നമ്മൾ വായുശൂന്യമാക്കാറുണ്ട്. അപ്പൊ ഇൻകാൻഡസെന്റ് ബൾബില് ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ആ ടങ്സ്റ്റൺ ഫിലമെന്റ് പ്രത്യേകതകൾ എന്ന് പറയുന്നത് അതിന് ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന പ്രതിരോധം, റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, അതുപോലെ തന്നെ ചുട്ടുപഴുത്ത അവസ്ഥയിൽ ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്, അത് കൂടാതെ അതിനെ നേർത്ത കമ്പികളാക്കി മാറ്റാനുള്ള ഡക്റ്റിലിറ്റിയും കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അതിന് ഓക്സീകരണം സംഭവിക്കാതിരിക്കാൻ ബൾബിനകം വായു ശൂന്യമാക്കാറുണ്ട്. അതിന്റെ ബാഷ്പീകരണം സംഭവിക്കുന്നു. അത് ബാഷ്പീകരിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നൈട്രജനോ അലസവാതകങ്ങളോ നിറയ്ക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ടങ്സ്റ്റൺ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കാരണം ധാരാളം വൈദ്യുതി താപമായി പുറത്തു പോകുന്നത് കൊണ്ട് നമുക്ക് വൈദ്യുതോർജത്തിന്റെ വലിയ ഒരു ആവശ്യം ഈ ബൾബ് കത്തിക്കുന്നതിന് ആവശ്യമുണ്ട്. പക്ഷെ മുമ്പ് കാലത്ത് നമുക്ക് ഈ ബൾബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുകൊണ്ട് നമ്മളിത് ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതിന് പകരം വന്ന ബൾബാണ് പിന്നീട് നമുക്ക് ഇൻകാൻഡസെന്റ് ബൾബിന് ശേഷം പിന്നെ ഉണ്ടായതാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. അപ്പൊ പ്രകാശഫലത്തിന്റെ ഈ ഇലക്ട്രോഡുകൾ ഇതിനകത്ത് ഡിസ്ചാർജ് അതിൽ നിന്ന് അയോണുകൾ ഉണ്ടാകുന്നു. അപ്പൊ ഈ അയോണുകളുടെ ഊർജം വളരെ ഉയരുകയും അത് കുറയുന്ന സമയത്ത് പ്രകാശം പുറത്തുവിടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ ഡിസ്ചാർജ് ലാമ്പ് കാണുന്ന CFL ബൾബുകളോ അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ബൾബുകളോ ഉണ്ടായത്. ഫ്ലൂറസെന്റ് ബൾബ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ട്യൂബ് ലൈറ്റ്, അതുപോലെ തന്നെ CFL ബൾബുകൾ ഈ ട്യൂബ് ലൈറ്റിന്റെ ചെറിയ രൂപമാണ്, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. അതിന് ഇതിനേക്കാൾ എല്ലാം ഉപയോഗിച്ചിരുന്നതിനെ പിന്നീട് നമുക്ക് പരിസ്ഥിതി LED ബൾബ്, ഇന്ന് നമ്മൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൾബാണ് LED ബൾബ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് അതിന്റെ പേര്. ഈ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകൾ ഉപയോഗിക്കുമ്പോൾ, LED ബൾബുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ വൈദ്യുത ഉപഭോഗം മതി എന്ന് മാത്രമല്ല പരിസ്ഥിതിക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും ഈ ബൾബുകൾ വരുത്തുന്നില്ല. അപ്പോൾ അതാണ് അവയുടെ ഒരു പ്രത്യേകത. അങ്ങനെ പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത LED ബൾബുകൾ നമ്മൾ എല്ലാവരും ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഉപയോഗിക്കേണ്ടുന്നത്. ഇനി കൂടുതൽ സാങ്കേതിക വിദ്യകൾ വന്ന് ഇതിലും നല്ല ബൾബുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ LED ബൾബുകൾക്ക് ഉള്ള മേന്മകൾ എന്ത് എന്ന് ചോദ്യങ്ങൾ വരാം. അപ്പോൾ വളരെ കുറഞ്ഞ ഉപയോഗം മതി, അതുപോലെ തന്നെ ഫിലമെന്റ് ഉപയോഗിക്കാത്തത് കൊണ്ട് താപമായിട്ട് വൈദ്യുതി നഷ്ടമാകുന്നില്ല, അതുകൂടാതെ പരിസ്ഥിതിക്ക് യാതൊരു ദോഷകരമായി ഒന്നും സംഭവിക്കുന്നില്ല. ഇത്രയുമാണ് LED ബൾബ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മ. പിന്നെ
ചില ബൾബുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ആർക്ക് ലാമ്പുകൾ, പ്രൊജക്ടറുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ സിനിമ പ്രൊജക്ടറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അവിടെയുള്ള ബൾബുകളാണ് ആർക്ക് ലാമ്പുകൾ. ഇങ്ങനെയാണ് ആർക്ക് ലാമ്പ്. അപ്പൊ ആർക്ക് ലാമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വളരെ വലിയ അളവില് പ്രകാശം ആവശ്യം വരുമ്പോൾ അതാണ് ആർക്ക് ലാമ്പുകൾ. അപ്പൊ നമ്മളുടെ പ്രകാശം, വൈദ്യുതിയുടെ പ്രകാശഫലത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നവ ഒന്ന് ഇൻകാൻഡസെന്റ് ബൾബ്, പിന്നെ ഡിസ്ചാർജ് ലാമ്പുകള്, ഫ്ലൂറസെന്റ് ലാമ്പുകള്, LED ബൾബുകള്, അതുപോലെ തന്നെ ആർക്ക് ലാമ്പുകൾ. ഇവയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുക. അപ്പൊ ഇതില് പ്രധാനമായും എങ്ങനെയാണ് ഈ പ്രകാശഫലത്തെ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് താപഫലങ്ങൾ, ഈ പാഠത്തിലെ വേറൊരു ഭാഗമാണ് താപഫലം. അപ്പൊ താപഫലവുമായി ബന്ധപ്പെട്ടിട്ട് ഇംഗ്ലീഷ് വാക്കുകൾ കൂടി ഉപയോഗിക്കാമാണ് ആണല്ലേ? ഓക്കെ. അപ്പോൾ ശരി, നമ്മൾക്ക് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. ശരി, ഞാൻ മലയാളം മീഡിയംകാരെ മാത്രം വിചാരിച്ചിട്ടാണ് എടുത്തത്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് പറയാം. ലൈറ്റ് എഫക്റ്റ്, പ്രകാശഫലം എന്ന് പറഞ്ഞാൽ ലൈറ്റ് എഫക്റ്റുകളാണ്. അതിൽ ഇൻകാൻഡസെന്റ് ബൾബ്, ഇൻകാൻഡസെന്റ് ബൾബിൽ നമ്മൾ പറയുന്നു, ഇൻകാൻഡസെന്റ് ബൾബിനെ ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ആ ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു, അതിന് ഉയർന്ന ദ്രവണാങ്കം, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, അതുപോലെ തന്നെ ഉയർന്ന റെസിസ്റ്റിവിറ്റി, അതുകൂടാതെ നമുക്ക് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്, അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ വെള്ളപ്രകാശം, ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. പിന്നെ നമ്മൾ പറഞ്ഞ ഡിസ്ചാർജ് ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പുകൾ എന്ന് പറഞ്ഞാൽ അയോണുകളാണ്. അയോണുകൾക്ക് വലിയ അളവിൽ ഊർജ്ജം കിട്ടുന്നു, എനർജി കിട്ടുന്നു. അത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ആ പേര് വന്നത്, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ധാരാളം പ്രകാശം പുറത്തുവിടുന്നു. പിന്നെ ഫ്ലൂറസെന്റ് ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പിൽ എന്ന് പറയുന്നത് അതിൽ അകത്ത് നമുക്ക് മെർക്കുറി ബാഷ്പമാണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് ഫ്ലൂറസെന്റ് ലാമ്പുകളാണ് പിന്നീട് നമ്മൾ ഉപയോഗിച്ചത്. അതുകൂടാതെ ഇപ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, വൈദ്യുതി കടന്നു പോകുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു, ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം പുറത്തേക്ക് വിടുന്ന ഡയോഡുകൾ ആണ് ലൈറ്റ് എമിറ്റ്. ആ LED ഉപയോഗിച്ചിട്ടുള്ള ബൾബുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, LED ബൾബുകൾ എന്ന് പറയുന്നത്. പിന്നെ ആർക്ക് ലാമ്പുകൾ. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാർ കൂടി ഉപയോഗപ്പെടുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, നമുക്ക് ലൈറ്റ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചത്. അതായത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഫാക്ടറാണ്, അതിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, അതിൽ ലൈറ്റ് എഫക്റ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ ഹീറ്റ് എഫക്റ്റ് എന്താണ് താപഫലം. അവിടെ താപഫലത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഏതെല്ലാം ഭാഗങ്ങളാണ് എന്നൊന്ന് പറയാം. നോക്കാം. അവിടെ സാധാരണയായിട്ട് എന്താണ് നമുക്ക് താപഫലത്തിൽ എങ്ങനെയാണ് വരുന്നത്? യഥാർത്ഥത്തിൽ ഈ ലൈറ്റ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടാവും, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച സാധനമാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. എന്താണ് കറന്റ്? ഇലക്ട്രിക് കറന്റിന്റെ എഫക്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് കറന്റ്? കറന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് ഫ്ലോ ഓഫ് ചാർജസ്, അതായത് ചാർജുകളുടെ പ്രവാഹമാണ് കറന്റ്. ഒരു സെക്കൻഡിൽ ഒരു സ്ഥലത്തൂടെ എത്ര ചാർജ് പോകുന്നു അതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമുക്ക് ഒരു സെക്കൻഡില് Q ചാർജ് ഒരു സെക്കൻഡില് പോവുകയാണ്. അപ്പൊ T സെക്കൻഡുകൾ കൊണ്ട് Q ചാർജ് പോവുകയാണെങ്കിൽ നമ്മൾ പറയും I equal to Q by T. അതാണ് വൈദ്യുത പ്രവാഹം, ഇതാണ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആംപിയർ. അപ്പൊ അത്രയും ആംപിയർ കറന്റ് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം, the potential difference between A and B എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ A എന്ന പോയിന്റിൽ നിന്ന് B എന്ന പോയിന്റിലേക്ക് എത്തിക്കാൻ എത്ര ഊർജം ആവശ്യമായി വരുന്നുവോ അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുക. The energy required to bring a unit positive charge from one point to the other point is called the potential difference between these two points. അപ്പോൾ ആ പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്തെന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കും. ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ ഓംസ് ലോ പഠിച്ചിട്ടുണ്ടാവും, ഓം നിയമം.
അതിൽ നിന്നാണ് നമ്മൾ V ഈസ് പ്രൊപ്പോർഷണൽ ടു I, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് കറന്റിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്നാണ് നമുക്ക് ഒരു കോൺസ്റ്റന്റിലേക്ക് നമ്മൾ എത്തുകയും അങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം V ഈക്വൽ ടു R ഈക്വൽ ടു V/I എന്ന് എത്തുകയും ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. R ഈക്വൽ ടു V/I. ഇതിനെ നമ്മൾ ഒരു യൂണിറ്റ് കൊടുത്തിരുന്നു ഓം. ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ താപഫലത്തില് എവിടെയാണ് ഇത് ആവശ്യമായിട്ട് വരുന്നത്? ഒരു വൈദ്യുതി കടന്നു പോകുമ്പോൾ ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപത്തിനെ കാണിക്കുന്ന, അതായത് the heat produced when electricity passes through it, ആ താപത്തിന്റെ അളവ് കാണിക്കുന്ന റൂളാണ് ജൂൾസ് ലോ, നിയമം, ജൂൾ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ജൂൾ നിയമം പറയുന്നത്? വൈദ്യുതി നമുക്ക് പഠിച്ചിട്ടുണ്ട്, ഒരു R പ്രതിരോധമുള്ള, R റെസിസ്റ്റൻസ് ഉള്ള ഒരു കണ്ടക്ടറിലൂടെ, ഒരു ചാലകത്തിലൂടെ T ടൈമില് നമ്മൾ പോവുകയാണെങ്കിൽ, എന്ത് പോവുകയാണെങ്കിൽ I കറണ്ട് പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ്, ഊർജം എന്ന് പറയുന്നത് H ഈക്വൽ ടു I² RT എന്ന് പറയും. H ഈക്വൽ ടു I² RT. ഇതാണ് നമ്മൾ പഠിക്കുന്ന ജൂൾസ് ലോ. അപ്പൊ ഇതിനെ നമ്മൾ ജൂൾ നിയമം എന്ന് പറയുന്നു. അത്രയും ജൂൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത്രയും താപം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഈ താപത്തിനെ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? ഇവിടെ ഈ ജൂൾസ് ലോ ഉപയോഗിച്ച്, അപ്പൊ അതിൽ എന്തിനൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി കറന്റ്. കറന്റിന്റെ വർഗത്തിന് പ്രൊപ്പോർഷണൽ ആണ്. പ്രതിരോധം വർദ്ധിച്ചാൽ അത് കൂടും. അതോടുകൂടെ തന്നെ സമയം, എത്ര സമയം ഇത് സഞ്ചരിക്കുന്നു, T സെക്കൻഡ്, ആ സമയം വർദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന താപം. അപ്പൊ ഇങ്ങനെ താപം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളെ നമ്മൾ വിളിക്കുന്നു താപന ഉപകരണങ്ങൾ, ഹീറ്റിംഗ് അപ്ലയൻസസ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് കോയിലാണ് നമ്മൾ ഉപയോഗിക്കുക. എന്താണ് ഹീറ്റിംഗ് കോയിൽ ആയിട്ട് ഏതാണ് നമ്മൾ ഉപയോഗിക്കുക? ഇവിടെ നമ്മൾ ഹീറ്റിംഗ് കോയിൽ ആയിട്ട് ഉപയോഗിക്കുന്നത് നിക്രോം, നിക്കൽ, ക്രോമിയം, അയൺ, മാംഗനീസ് തുടങ്ങിയ ഒരു അലോയാണ്, ലോഹ സങ്കരമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് എന്താണ് ഇതിന്റെ നമ്മളുടെ വീട്ടിലെ അയൺ ബോക്സ്, ഇസ്തിരിപ്പെട്ടി, അതുപോലെ സോൾഡറിങ് അയൺ, ഇതൊക്കെ ഹീറ്റിംഗ് ഒരു താപന ഉപകരണമാണ്. ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഈ നിക്രോമാണ്. എന്തുകൊണ്ട് നിക്രോം? ഇപ്പൊ നിക്രോമിന്റെ പ്രത്യേകതകൾ, അതിന് ഉയർന്ന റെസിസ്റ്റിവിറ്റിയാണ്, അതിന്റെ മെൽട്ടിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്, ഉയർന്ന ദ്രവണാങ്കമാണ്, പിന്നെ ചുട്ടുപഴുത്ത അവസ്ഥയിലും താപം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിലനിൽക്കാനുള്ള ശേഷിയും അതിനുണ്ടാവണം. കാരണം അതിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ടാവണം, ഉയർന്ന മെൽട്ടിംഗ് പോയിന്റ് ഉണ്ടാവണം, ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിലനിൽക്കാൻ, എങ്ങനെ ഓക്സീകരിക്കപ്പെടാതെ ഓക്സിഡേഷൻ അവിടെ നിൽക്കാനുള്ള ശേഷിയും ഈ നിക്രോമിനുണ്ടാവണം. അതാണ് നിക്രോമിന്റെ പ്രത്യേകത. ഇതാണ് നമ്മൾ നിക്രോം ഒരു താപന ഉപകരണമായിട്ട് ഉപയോഗിക്കുന്ന കാരണം. ഇതുകൂടാതെ അങ്ങനെയാണെങ്കിൽ ഇതല്ലാതെ വേറൊരു സാധനം കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് നമ്മളുടെ സേഫ്റ്റി ഫ്യൂസ്. എന്താണ് സേഫ്റ്റി ഫ്യൂസ്? നമ്മളുടെ എല്ലാവരുടെയും വീട്ടുകളിൽ സേഫ്റ്റി ഫ്യൂസ് ഉണ്ടായിരിക്കും. ഇന്നിപ്പോ നമ്മൾ ബ്രേക്കറുകളായിട്ടുണ്ട്, MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ സേഫ്റ്റി ഫ്യൂസിന്റെ പ്രത്യേകത? ഇവിടെ ഫ്യൂസ് വയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടിന്നിന്റെയും ലെഡിന്റെയും ഒരു മിശ്രിതമാണ്. an alloy of tin and lead. എവിടെയാണ് ഫ്യൂസ് വയർ ഉപയോഗിക്കുന്നത്? അപ്പൊ എന്തായിരിക്കും നിക്രോമിലുള്ളത്? നമ്മൾ പറഞ്ഞു ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് പിന്നെന്താണ് ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കാനുള്ള എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ. എന്നാൽ സേഫ്റ്റി ഫ്യൂസ് എന്തിനാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്?
എപ്പോഴെങ്കിലും നമ്മുടെ ഗാർഹിക വൈദ്യുത സർക്യൂട്ടിലോ മറ്റു വൈദ്യുത സർക്യൂട്ടുകളില് ഉയർന്ന വൈദ്യുത പ്രവാഹം വരികയാണെങ്കിൽ, ഹൈ ഇലക്ട്രിക് കറണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപകരണങ്ങളെ അത് സേഫ് ആയിട്ട് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എപ്പോഴൊക്കെയാണ് നമുക്ക് സാധാരണയായിട്ട് ഈ വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ ഹൈ ഇലക്ട്രിക് കറണ്ട് വരിക? ഒന്ന്, എപ്പോഴെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഓവർലോഡിങ് വരുന്ന സമയത്ത്. എങ്ങനെ ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും ഉണ്ടാകുമ്പോൾ സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്? ബിക്കോസ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ താഴ്ന്ന ദ്രവണാങ്കം അഥവാ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. എന്താണ് കാരണം? അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറവാകുമ്പോൾ അതിലൂടെ കൂടുതൽ കറണ്ട് പോവുകയും ഇതേ ജൂൾ എഫക്റ്റ് കൊണ്ട് ജൂൾ നിയമം അനുസരിച്ച് കൂടുതൽ താപം ഉണ്ടാവുകയും ആ ഭാഗം ഉരുകി പോവുകയും ചെയ്യും. അങ്ങനെ ബാക്കിയുള്ള ഭാഗത്തിനെ നമുക്ക് എല്ലാ ഉപകരണങ്ങളെയും നമ്മൾ അവിടെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് സേഫ്റ്റി ഫ്യൂസിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി പറയാം. ഈ നിക്രോമാണ് താപന ഉപകരണങ്ങളിലായിട്ട് നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ വേറൊരു ഹീറ്റിംഗ് അപ്ലയൻസ് ആണ്, നമ്മൾ ഈ ഹീറ്റ് എഫക്റ്റ് ഉപയോഗിക്കുന്ന വേറൊരു ഉപകരണമാണ് നമ്മുടെ സുരക്ഷാ ഫ്യൂസ് അഥവാ സേഫ്റ്റി ഫ്യൂസ്. ഇനി നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന ഊർജത്തിന്റെ അളവ്, അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എത്ര ഊർജമാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇവിടെ ഈ ജൂൾ നിയമത്തിന്റെ 2 സമവാക്യങ്ങൾ കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇവിടെ V = IR എന്ന് പറഞ്ഞ നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. നമുക്ക് VT അഥവാ VIT എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് I എന്നുള്ളതിന് V = IR ആണെങ്കിൽ V² എന്ന് പറഞ്ഞാൽ I² R² ആണ്. അപ്പോ I² = VIT, H = V²/R × ഇത് മൂന്നും എന്താണ്? ജൂൾ സ്ലോ പ്രകാരമല്ല, ജൂൾ നിയമം അനുസരിച്ച് വരുന്ന ഹീറ്റിന്റെ ഇക്വേഷൻസ് ആണ്. ഇനി നമുക്ക് ഇത് തന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉപയോഗിക്കപ്പെടുന്ന ഊർജത്തിനെയാണ് നമ്മൾ, ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ഊർജത്തിനെയാണ് പെർ സെക്കൻഡ് അഥവാ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് വാട്ട് എന്ന്. ജെയിംസ് വാട്ട് എന്ന ഒരു ശാസ്ത്രജ്ഞന്റെ പേരിനനുസരിച്ചിട്ടാണ് നമ്മൾ വാട്ട് എന്ന യൂണിറ്റ് ആണ് പവറിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എല്ലാറ്റിലും നമ്മൾ നോക്കിയാൽ അറിയാം, പവറിന് നമുക്കൊരു സമവാക്യം കിട്ടും. എന്താണ്? P = I²R, P = VI, P = V²/R. അപ്പൊ ഈ 3 ഇക്വേഷനുകളും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു, താപബലം വരുമ്പോൾ അതിൽ ജൂൾ നിയമമാണ് പ്രധാനം. ജൂൾ നിയമത്തില് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 2 ഹീറ്റിംഗ് ഉപകരണങ്ങളാണ്. നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് നമ്മൾ നിക്രോം ഉപയോഗിക്കുന്നു. നിക്കൽ, ക്രോമിയം, അയൺ, മാംഗനീസ് എന്നിവയുടെ സങ്കരമാണ്, അലോയ് ആണ്. അതുകൂടാതെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ, ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന റെസിസ്റ്റിവിറ്റി, അതുപോലെ ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ നിൽക്കാനുള്ള ശേഷി. ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഹീറ്റിംഗ് കോയിലായിട്ട് നിക്രോം ഉപയോഗിക്കുന്നത്. സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഉപകരണമാണ്. ഇതേ ജൂൾ നിയമപ്രകാരം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കുള്ള സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാന ധർമ്മം. അതില് ടിന്നും ലെഡും ചേർന്ന മിശ്രിതമാണ്. അതിന്റെ ദ്രവണാങ്കം വളരെ കുറവാവണം. അപ്പോൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള സേഫ്റ്റി ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തില് നമുക്ക്
രണ്ട് താപന ഉപകരണങ്ങളെ പറ്റി പഠിച്ചു. അതിന്റെ പവർ എന്താണെന്നുള്ളത് പഠിച്ചു. പവർ P ഈക്വൽ ടു VI, P ഈക്വൽ ടു I സ്ക്വയർ R, P ഈക്വൽ ടു V സ്ക്വയർ ബൈ R. പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് എന്നതാണ്. ഇനി നമ്മൾ ഇതിൽ വരുന്ന ആ പാഠത്തിൽ വരുന്ന വേറൊരു ഭാഗമാണ് പ്രതിരോധങ്ങൾ, റെസിസ്റ്റൻസസ് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഈ റെസിസ്റ്റൻസ് എന്നാണ് നമുക്ക് വോൾട്ടേജ് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാക്കുന്നത് നമുക്കറിയാം. V സമം IR. അപ്പൊ നമുക്ക് ഒരു പ്രത്യേക റെസിസ്റ്റൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റേഴ്സ്, അല്ലെ? അപ്പൊ പ്രതിരോധകങ്ങൾ അതെങ്ങനെയാണ് ബന്ധിപ്പിക്കുക? രണ്ട് തരത്തിലാണ് നമ്മൾ സാധാരണയായിട്ട് അത് ബന്ധിപ്പിക്കുക. ഒന്ന് സീരീസ് ആയിട്ടും മറ്റത് പാരലൽ ആയിട്ടും, അതായത് ശ്രേണി രീതിയിലും പിന്നെ സമാന്തര രീതിയിലുമാണ് ബന്ധിപ്പിക്കുക. ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എങ്കിലും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൊറോണ കാലമായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പഠനത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ഞാനും നിങ്ങളും അടക്കമുള്ളവര് മാറി നിൽക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് ചെയ്യുന്നത്. ഇനിയും വിശദമായ ക്ലാസ്സുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അന്വേഷിക്കാം, പഠിക്കാം. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രതിരോധകങ്ങൾ R എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രതിരോധത്തിന്റെ സിമ്പൽ നമുക്കറിയാം, റെസിസ്റ്ററിന്റെ സിമ്പൽ. രണ്ട് റെസിസ്റ്ററുകൾ ഒരുമിച്ച് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ R1 എന്നുള്ളതും R2 എന്നുള്ള രണ്ട് റെസിസ്റ്ററുകൾ കണക്ട് ചെയ്തെങ്കിൽ ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ R ഈക്വൽ ടു R1 പ്ലസ് R2. പാരലൽ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് വിചാരിക്കുക. എന്താണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഇതാണ് പാരലൽ. ഇത് ഒന്നിലധികമോ രണ്ടിലധികമോ എത്ര വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതില് R1 R2 എന്നാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം R ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അത് പ്രതിരോധകങ്ങളെ നമുക്ക് സമാന്തര രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരാവുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ അളവ് റെസിസ്റ്റൻസുകളാണ് വിചാരിക്കുക. R എന്നുള്ള ചെറിയ അക്ഷരം സ്മോൾ r എന്നുള്ള റെസിസ്റ്റൻസ് ഉള്ള ഒരേ റെസിസ്റ്ററുകള്, n നമ്പർ ഓഫ് റെസിസ്റ്ററുകള് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യണതെങ്കിൽ R എന്ന് പറയുന്നത് n ഇൻറ്റു R ആയിരിക്കും. n ഇൻറ്റു സ്മോൾ r ആയിരിക്കും. എന്നാൽ അത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യണതെങ്കിൽ അല്ലെങ്കിൽ സമാന്തരമായിട്ടാണ് കണക്ട് ചെയ്യണതെങ്കിൽ R ഈക്വൽ ടു n ബൈ R. അല്ല, R ബൈ n ആയിരിക്കും. കാരണം എന്താണ്? നമ്മള് R1 R2 ബൈ R1 പ്ലസ് R2 എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവയെ സമാന്തരമായിട്ടാണ് ബന്ധിപ്പിക്കുന്നതെങ്കിൽ R ബൈ, കാരണം 1/R സമം 1/R1 പ്ലസ് 1/R2. അപ്പൊ നമുക്കറിയാം, അപ്പൊ 1/R സമം n/R ആയിരിക്കും. അങ്ങനെ R സമം R ബൈ. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ 1ാമത്തെ പാഠം ഇവിടെ കഴിയും. ഇപ്പൊ തന്നെ സമയം 4:30 മണിയായി. നമുക്ക് 1 മണിക്കൂറാണ് നമ്മുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് വരുന്നത് വൈദ്യുതിയുടെ കാന്തിക ഫലത്തെ കുറിച്ചുള്ളതാണ്. 2ാമത്തെ പാഠം എന്ന് പറയുന്നത് മാഗ്നറ്റിക് എഫക്ട് ഓഫ് കറന്റ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ വൈദ്യുതിയെ പറ്റിയിട്ടും കാന്തികതയെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും രണ്ട് പാറ്റേൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ യൂൾസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞന് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുന്നു. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, there is a magnetic field around a current carrying conductor എന്ന് ഇത് വളരെ യാദൃച്ഛികമായിട്ട് കണ്ടെത്തുന്നതാണ്. അങ്ങനെ യാദൃച്ഛികമായി കണ്ടെത്തിയപ്പോഴാണ് അതെങ്ങനെയായിരിക്കും. അപ്പൊ അതിനുശേഷമാണ് വൈദ്യുതിയുടെ കാന്തികതയും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് തിരിച്ചറിയുകയും പുതിയ വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തുകയും ചെയ്തത്. അതിലൊന്നായിരുന്നു ഇത്. അപ്പൊ എങ്ങനെയാണ് അത് കണ്ടെത്തുക? അപ്പൊ വൈദ്യുതി കടന്നു പോകുമ്പോൾ നമുക്കൊരു ഒരു ചെറിയൊരു ചാലകത്തിലൂടെ വൈദ്യുതിയെ കടത്തിവിട്ടാൽ അവിടെ എവിടെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക, ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുക?
അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, അത് കാണിക്കുന്ന ഇക്വേഷനാണ്, അത് കാണിക്കുന്ന നിയമമാണ് നമ്മുടെ മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമം. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. എന്താ അതിൽ പറയുന്നത്? നിങ്ങൾ ഒരു വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിനെ വലത് കൈ കൊണ്ട് പിടിക്കുകയാണെങ്കിൽ അതിന്റെ പെരുവിരൽ, നമ്മുടെ തള്ളവിരലാണ് വൈദ്യുത പ്രവാഹ ദിശ കാണിക്കുന്നതെങ്കിൽ അതിലുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ ചുരുട്ടി പിടിച്ച വിരലുകളായിരിക്കും കാണിക്കുക. കേൾഡ് ഫിംഗേഴ്സ് എന്ന് പറയാം. ആ ഡയറക്ഷനിലായിരിക്കും ഈ കാന്തിക മണ്ഡലം ഉണ്ടാവുക. അപ്പൊ നമ്മള് കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഇങ്ങനെയാണ്, ഞാൻ മേലേക്കാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ ഇത് ഈ ചുറ്റി ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് വൈദ്യുത പ്രവാഹം താഴേക്കാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിച്ചായിരിക്കും. ഇത് കാണിക്കുന്ന നിയമമാണ് നമ്മുടെ മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമം അഥവാ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക? അപ്പൊ നമുക്ക് നമ്മളുടെ ചാലകം, പലതരത്തിലുള്ള ചാലകങ്ങളുണ്ട്. നമ്മളുടെ കണ്ടക്ടേഴ്സ് സ്ട്രൈറ്റ് ആയിട്ടുള്ള കണ്ടക്ടർ ഉണ്ട്, നീളത്തിലുള്ളതുണ്ട്, പിന്നെ വൃത്താകൃതിയിലുള്ള കണ്ടക്ടർ ഉണ്ട്, വൃത്താകൃതിയിലുള്ള കണ്ടക്ടർ, പിന്നെ വൃത്താകൃതിയിൽ ചുറ്റി വെച്ചിട്ടുള്ള കണ്ടക്ടറുകൾ. അപ്പൊ ചുറ്റി വെച്ചിട്ടുള്ള കവചിത ചെമ്പുകമ്പി അല്ലെങ്കിൽ കവചിത ചാലകത്തിനെ, ഇൻസുലേറ്റഡ് വയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളിനോയിഡ്. അപ്പൊ ഇതിലൂടെയൊക്കെ കറണ്ട് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിലുണ്ടാവുന്ന കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമ്മൾ കാണിക്കാൻ ഈ പറയുന്ന നിയമം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പോ നമുക്ക് ഒരു വൃത്താകൃതിയിലുള്ള, സർക്കിളിലുള്ള ഒരു ആകൃതി, സർക്കിളിന്റെ ഷേപ്പിലുള്ള ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി ഇങ്ങനെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കായിരിക്കും അതിന്റെ, അകത്തേക്കായിരിക്കും അതിന്റെ കാന്തിക മണ്ഡലം പോവുക. നേരെ മറിച്ച് തിരിച്ച് പ്രദക്ഷിണ ദിശയിലാണെന്നുണ്ടെങ്കിൽ അകത്തേക്കും, അപ്രദക്ഷിണ ദിശയിലാണെന്നുണ്ടെങ്കിൽ പുറത്തേക്കുമായിരിക്കും ആ കാന്തിക മണ്ഡലത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഡയറക്ഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സോളിനോയിഡ് പഠിച്ചിട്ടുണ്ടാവും. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു കമ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇതിന്റെ ഒരറ്റത്തും നമ്മൾ പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സില് ഇലക്ട്രോ മാഗ്നറ്റ്, വൈദ്യുത കാന്തം നിർമ്മിക്കുന്നതിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് അതിന്റെ പ്രത്യേകത? വൈദ്യുത കാന്തം നിർമ്മിക്കുമ്പോൾ ഇതിലെ ഏത് ദിശയിലാണോ കറണ്ട് പോകുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിന്റെ ഫീൽഡ് ഉണ്ടാവുന്നത്, അല്ലെ? എങ്ങനെയാണ് അതിന്റെ ഫീൽഡ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കൂ, ഇത് അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ അഥവാ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ ഭാഗം നോർത്ത് പോൾ ആയിരിക്കും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ, കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. ഈ കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ ഭാഗം സൗത്ത് പോളും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ ഭാഗം നോർത്ത് പോളും ആയിരിക്കും. ഇനി വൈദ്യുത കാന്തിക ഫലം നമ്മൾ ഇത് എവിടെയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? ഇത് ഉപയോഗിക്കുന്ന വലിയ നമ്മുടെ പ്രധാനപ്പെട്ട 2 ഉപകരണങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ പറയുന്ന മോട്ടോർ. ഈ വൈദ്യുത കാന്തിക ഫലം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വൈദ്യുതിയുടെ ഈ കാന്തിക ഫലം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഈ കണ്ടക്ടറിനെ നമ്മൾ ഒരു കാന്തിക മണ്ഡലത്തിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിലോ വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവയ്ക്കുകയാണെങ്കിലോ നമുക്കറിയാം, തീർച്ചയായിട്ടും മാഗ്നറ്റിക് ഫീൽഡുകൾ, വേറെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഫോഴ്സ് ഉണ്ടാവും, ബലം ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ പഠിച്ചത് എന്താണ്? സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു, ലൈക്ക് പോൾസ് റിപ്പൽ, അൺലൈക്ക് പോൾസ് അട്രാക്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ, ഫ്രീ ആയിട്ടുള്ള ഒരു കണ്ടക്ടർ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു ഫീൽഡും ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഫ്രീ ആവണം, അത് കറണ്ട് ക്യാരിയിങ് ആയിരിക്കണം. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെക്കുകയാണെങ്കിൽ അതിന്റെ ഫീൽഡ് തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് ഈ കണ്ടക്ടർ ചലിക്കുകയും ചെയ്യും. ഇത് കാണിക്കുന്ന നിയമം. അപ്പൊ ഈ ഫോഴ്സിന്റെ ദിശ എവിടേക്കായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക, എവിടേക്കാണ് ബലം സംഭവിക്കുക, അത് കാണിക്കുന്ന ഒരു നിയമമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലെമിങ്ങിന്റെ
ഇടത്തു കൈ നിയമം. ഇടത്തെ കൈയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് അതിൽ കാണിക്കുന്നത്? ഫ്ലെമിങ്ങിന്റെ ഇടത്ത് കൈ നിയമം പറയുന്നത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഇടത് കൈയിലെ പെരുവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുക. ടേക്ക് ദിസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇതും തമ്മിൽ 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. ഇതും തമ്മിൽ 90 ഡിഗ്രിയാണ്. ഇതും തമ്മിൽ 90 ഡിഗ്രിയാണ് എന്ന് വിചാരിക്കുക. ഇത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യണത്? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇഫ് ദി forefinger, ചൂണ്ടുവിരൽ, represents the magnetic field. ഈ ചൂണ്ടുവിരലാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നടുവിരലാണ്, മിഡിൽ ഫിംഗർ ആണ് കറണ്ടിന്റെ ദിശ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഒരു കണ്ടക്ടർ വെക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ഈ പെരുവിരലിന്റെ ദിശയിലായിരിക്കും. തമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. അപ്പൊ നമ്മൾ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങടാണെന്ന് വിചാരിക്കുക, കറണ്ട് ഇങ്ങടാണെന്ന് വിചാരിക്കുക, ഫോഴ്സ് എങ്ങടായിരിക്കും? മേലേക്കായി. ഇനി നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം വരുത്താതെ തന്നെ ഞാന് നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം വരുത്താതെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റി. കറണ്ട് അങ്ങോട്ടാണ്, പക്ഷെ അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ്? താഴ്ത്തിക്കാം. ഇനി നോക്കൂ, കറണ്ടിന്റെ ദിശ മാറുന്നതിനനുസരിച്ചിട്ട് ഫോഴ്സിന്റെ ദിശ മാറും. ഇനി നമ്മൾ നേരെ തിരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ, കറണ്ടിന്റെ ദിശ മാറ്റാതെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ മാറ്റിയാലോ? നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പൊ മേലേക്കായി, കറണ്ട് ഇങ്ങോട്ട് തന്നെയാണ്, പക്ഷേ ബലം. ഇതിനനുസരിച്ചിട്ട് ഈ ഫ്രീ ആയിട്ടുള്ള കണ്ടക്ടർ മൂവ് ചെയ്യും. ഇതാണ് മോട്ടോർ തത്വം. നമ്മൾ ഇന്ന് കാണുന്ന മോട്ടോർ പ്രിൻസിപ്പിൾ, മോട്ടോർ ഉണ്ടാക്കിയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അപ്പോ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഫ്രീ ആയി ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുകയും അതിനനുസരിച്ച് അത് ചലിക്കുകയും ചെയ്യുന്നു എന്ന് മോട്ടോർ പ്രിൻസിപ്പിൾ പറയുന്നു. If you place a current carrying conductor in a freely movable or free current carrying conductor in a magnetic field, there may be a force and the force may have a direction according to the Fleming's left hand rule. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മോട്ടോർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മോട്ടോറിന് എന്തെല്ലാം ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം? ആ മോട്ടോറില് പ്രധാനമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ മോട്ടോറിന്റെ ചിത്രം നമ്മൾ നോക്കി, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും, അതിനകത്ത് ഒരു ആർമേച്ചർ ഉണ്ടായിരിക്കും, അതിനകത്ത് ഈ ആർമേച്ചർ, ഇതിനെ പറയുന്ന പേര് ആർമേച്ചർ, ഒരു ഫീൽഡ് മാഗ്നറ്റ്, പിന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നതാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് നമ്മളൊരു DC ബാറ്ററി കൊടുക്കുന്നു. ഇത്രയാണ് അതിന്റെ പ്രധാനമായിട്ട് ഭാഗങ്ങളായിട്ടുള്ളത്. അപ്പൊ ആർമേച്ചർ, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ, ഫീൽഡ് മാഗ്നറ്റ്. അപ്പൊ ഇതിലൂടെ നമ്മൾ വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് ഇതിലൂടെ പോകുന്ന വൈദ്യുതി ഈ മാഗ്നറ്റിക് ഫീൽഡിനിടയിൽ ഇവിടെ ഒരു ബലം ഉണ്ടാക്കുകയും അത് തിരിയുകയും ചെയ്യുന്നു. നമുക്കറിയാം ഇവിടെ DC ബാറ്ററിയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. എന്തിനാണ് ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നത്? അത് പകുതിയുള്ള റിങ്ങുകളാണ്. അപ്പൊ ഒരു പ്രാവശ്യം ഇത് ചുറ്റി വരുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് നോക്കൂ, ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറണ്ട്, ഇവിടെ പോസിറ്റീവ് ഡയറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കറണ്ട് ഇങ്ങോട്ടാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കറണ്ട് ഒഴുകുന്നു. നോക്കൂ, നമുക്ക് ഫ്ലെമിങ്ങിന്റെ നിയമപ്രകാരം തന്നെ നോക്കാം. ഫ്ലെമിങ്ങിന്റെ നിയമപ്രകാരം കറണ്ട് ഇങ്ങനെ ഒഴുകുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, കറണ്ട് ഇങ്ങനെയാണ്. അപ്പൊ ഇത് നേരെ മുകളിലേക്ക് നോക്കൂ. അങ്ങനെ നമുക്ക് അതിനനുസരിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിന്റെ റൊട്ടേഷൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഇത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്, പകുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ദിശ മാറും. അപ്പോൾ വീണ്ടും അത് തുടർച്ചയായ ഒരു റൊട്ടേഷൻ, ഭ്രമണം ഉണ്ടാകും. അപ്പൊ ഇവിടെ എന്തിനാണ് കമ്മ്യൂട്ടേറ്റർ ഒരു മോട്ടോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചോദിച്ചാൽ അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് പറയാൻ കഴിയണം ഇത് തുടർച്ചയായ ഒരു ഭ്രമണം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഫോർ കണ്ടിന്യൂസ് റൊട്ടേഷൻ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററുകൾ ഉപയോഗിക്കാറ്. അപ്പൊ മോട്ടോർ ആണ് വൈദ്യുതയുടെ കാന്തിക ഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം. അടുത്ത ഒരു ഉപകരണം നമുക്കറിയാം
ലൗഡ് സ്പീക്കർ, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. എന്താണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ? നമ്മൾ സ്ഥിരം കാണാറുള്ള ലൗഡ് സ്പീക്കറുകൾ ഇതേ തത്വത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് അതിനകത്തുള്ളത്. അപ്പൊ ഒരു ലൗഡ് സ്പീക്കറിൽ എന്തെല്ലാം ഉണ്ട്? ലൗഡ് സ്പീക്കർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു മൈക്കിൽ നിന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ശബ്ദത്തിനെ മൈക്രോഫോൺ എന്നാണ് അതിന് പറയാ. ഈ മൈക്രോഫോൺ എന്തായി മാറ്റും? വൈദ്യുതിയാക്കി മാറ്റും. അത് ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ആംപ്ലിഫയറിൽ നിന്ന് നമ്മൾ നേരെ ഇത് ലൗഡ് സ്പീക്കറിലേക്ക് കൊടുക്കും. ഈ ലൗഡ് സ്പീക്കറിൽ പ്രധാനമായിട്ടും ഒരു വോയിസ് കോയില്, ഒരു ഫീൽഡ് കാന്തം, ഒരു ഡയഫ്രം ഉണ്ടാവും. അപ്പൊ ഈ വോയിസ് കോയിലിലൂടെ ഇതിന് ഇടയിൽ ഒരു വോയിസ് കോയിൽ ഉണ്ടായിരിക്കും, ഒരു ഫീൽഡ് കാന്തം ഉണ്ടായിരിക്കും. അതിനപ്പുറത്ത് നമ്മൾക്കറിയാം ഒരു വോയിസ് കോയില്, ഒരു ഫീൽഡ് കാന്തം, ഒരു ഡയഫ്രം. അപ്പൊ ഈ ഫീൽഡ് കാന്തത്തിന്റെ ഇടയിൽ വെച്ചിട്ട് ഇതിലേക്ക് വൈദ്യുതി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഫീൽഡ് കാന്തം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതില് വൈദ്യുതി പാസ് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇവ തമ്മിലൊരു ശബ്ദം, എത്ര കറണ്ടാണോ അതിലൂടെ പോകുന്നത് അതിനനുസരിച്ചിട്ട് ഇത് ചലിക്കാൻ പോകും. അപ്പൊ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഡയഫ്രവും ചലിക്കും. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഈ കറണ്ട് അനുയോജ്യമായ ശബ്ദമായിട്ട് ഡയഫ്രത്തിലൂടെ പുറത്തു വരും. ഇതാണ് ഒരു ലൗഡ് സ്പീക്കറിന്റെ തത്വം. ഇപ്പൊ മോട്ടോറിലുള്ളത് ആർമേച്ചർ, ഫീൽഡ് കാന്തം, അതുപോലെ തന്നെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണെങ്കിൽ ഒരു ലൗഡ് സ്പീക്കറിലുള്ളത് വോയിസ് കോയിൽ, ഫീൽഡ് കാന്തം, ഡയഫ്രം എന്നിവ. അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മളുടെ കാന്തിക ഫലം എന്ന് പറയുന്ന ഭാഗത്തിലെ ഏതാനും ഭാഗങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ സമയം ഏകദേശം 4:46 എത്തിക്കഴിഞ്ഞു. മൂന്നാമത്തെ പാഠം കൂടി നമുക്ക് പറഞ്ഞാൽ 3 പാഠങ്ങളാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കുള്ളത്. അപ്പൊ ഈ വൈദ്യുതിയുടെ മൂന്നാമത്തെ പാഠമാണ് നമ്മുടെ വൈദ്യുത കാന്തിക പ്രേരണ. അപ്പൊ നമ്മൾ 3 ഭാഗങ്ങളില് ആദ്യത്തേല് താപഫലവും പ്രകാശഫലവും പറ്റി പഠിച്ചു. ദാറ്റ് മീൻസ് ലൈറ്റ് എഫക്റ്റും ഹീറ്റ് എഫക്റ്റും പഠിച്ചു. ഇപ്പൊ നമ്മള് മാഗ്നറ്റിക് എഫക്റ്റ് പഠിച്ചു. അതുകൂടാതെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈദ്യുത കാന്തിക പ്രേരണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണത് എന്ന് പറഞ്ഞാല്, നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ട് വൈദ്യുതി ഇതുവരെ ഉള്ള പഠനങ്ങളെല്ലാം നടന്നിരുന്നത് വൈദ്യുതി ഒരു കടത്തിവിടുന്ന ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ബലം, അതിന്റെ ഭാഗമായിട്ട് വൈദ്യുതി ഒരു പരീക്ഷണം നടത്തി. അതിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു കോയിലില് ഒരു മാഗ്നറ്റ് വെച്ച് ഇതിനെ നമ്മൾ ഇവിടെ ഒരു മീറ്ററിൽ കണക്ട് ചെയ്യും. ഇതിന്റെ പേര് പറയുന്ന പേര് ഗാൽവനോമീറ്റർ എന്നാണ്. എന്താ ഗാൽവനോമീറ്ററിന്റെ പ്രത്യേകത? വൈദ്യുതിയുടെ സാന്നിധ്യം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി is denoted by this meter, that is known as galvanometer. ഈ ഗാൽവനോമീറ്റർ ആണ് വൈദ്യുതിയുടെ സാന്നിധ്യം. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാന്തം വെക്കുന്നത്, ഈ കാന്തം ഇതിലേക്ക് ഉള്ളിലേക്ക് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതിന്റെ കോയിലിന്റെ കാന്തിക ഫ്ലക്സിൽ, മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരികയും അതിന്റെ ഭാഗമായി ഇതിനകത്ത് ഒരു കറന്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് അദ്ദേഹം കണ്ടെത്തിയത്. Whenever there is a change in the magnetic flux associated with a coil, an EMF is induced, electromotive force. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റം വരുമ്പോൾ അവിടെ ഒരു വൈദ്യുതി ഉണ്ടാവുന്നു. ഇതിനെ പറയുന്ന പേരാണ് വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അപ്പൊ എങ്ങനെയാണ് കറണ്ട് ഉണ്ടാവുക? നമ്മൾ ഇവിടെ ഈ കറണ്ട് ഉണ്ടാവാനുള്ള കാരണം വളരെ സിമ്പിൾ ആണ്. കാരണം ഇതിന്റെ ഫ്ലക്സിൽ മാറ്റം വരില്ല. മാറ്റം വരാതിരിക്കുമ്പോൾ ഈ കോയിൽ ഇതിലേക്ക് വരുമ്പോൾ അതിന്റെ ഈ കാന്തം നമ്മൾ ഇതിനകത്തേക്ക് വെക്കുമ്പോൾ ഫ്ലക്സിൽ മാറ്റം വരും. അപ്പൊ ആ കാന്തത്തിനെ ഉള്ളണം. ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നോർത്ത് പോളാണ്. ഇത് നമ്മൾ ഇവിടേക്ക് അകത്തേക്ക് വരണം. നോർത്ത് പോൾ വരുമ്പോൾ ഇതിന്റെ കാന്തി ഫ്ലക്സിൽ മാറ്റം വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കാന്തത്തിനെ നമ്മൾ തിരിച്ച് തള്ളണം. ഇതിന് കയ്യും കാലമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഈ ഇതിലേക്ക് എതിരായി നമുക്കറിയാം, ഇവിടെ നോർത്ത് പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെ തിരിച്ചു തള്ളും. അപ്പൊ നോർത്ത് പോൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പഠിച്ചു, ഏത് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകണം? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനില് അഥവാ അപ്രദക്ഷിണ ദിശയില് കറണ്ട് ഒഴുകും. അപ്പൊ ഇവിടെ കറണ്ട് ഒഴുകും. അപ്പൊ ഗാൽവനോമീറ്റർ ഒരു പ്രത്യേക ദിശയിലേക്ക് ചെല്ലും.
എന്നാൽ ഇത് തിരിച്ചെടുക്കുന്ന സമയത്തോ അപ്പോഴും കാന്തിക ഫ്ലക്സിൽ മാറ്റം വരികയാണ്, മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം വരികയാണ്. അവ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിനെ അവിടെ പിടിച്ചു നിർത്തണം. അപ്പൊ നേരെ എതിർ ദിശയില് കണ്ടു. അങ്ങനെയാണ് ഗാൽവനോമീറ്റർ നേരെ വിപരീത ദിശയിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നത്, വിഭ്രംശിക്കുന്നതായിട്ട് കണ്ടു. ഇതിനെയാണ് നമ്മൾ വൈദ്യുത കാന്തിക പ്രേരണം. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന വൈദ്യുതിയുടെ ദിശ കാണിക്കാനുള്ള ഒരു നിയമമുണ്ട്. നമ്മൾ 2 നിയമങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെ. അതുകൂടാതെ നമ്മൾ വേറൊന്ന് പഠിച്ചു, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് നമ്മൾ അവിടെയും ഉപയോഗിക്കുന്നത് 4 ഫിംഗർ, ചൂണ്ടുവിരലിന്റെ ദിശ, കാന്തിക മണ്ഡലത്തിന്റെ ദിശ. ആ കാന്തിക മണ്ഡലത്തിന്റെ ദിശ അതുപോലെ കൂടാതെ തള്ളവിരലിന്റെ ദിശ ചലനത്തിന്റെ ദിശയാണെങ്കിൽ ചൂണ്ടുവിരലിന്റെ ദിശയിലുള്ള ഒരു കാന്തിക മണ്ഡലത്തിലൂടെ ഒരു ചാലകം, ഒരു കണ്ടക്ടർ തമ്പിന്റെ ഡയറക്ഷനില് തള്ളവിരലിന്റെ ദിശയിൽ നമ്മൾ ചലിപ്പിക്കുകയാണെങ്കിൽ നടുവിരലിന്റെ ദിശയില്, അതായത് മിഡിൽ ഫിംഗറിന്റെ ഡയറക്ഷനിൽ കറണ്ട് ഒഴുകും. അപ്പൊ ഞാൻ നോക്കൂ, ഇത് തിരിച്ച് ഞാൻ ഇങ്ങനെ താഴേക്കാണ് ചലിപ്പിക്കുന്നതെങ്കിൽ ആ ദിശയിലേക്ക് കറണ്ട് ഒഴുകും, മേലേക്കാണ് ചലിപ്പിക്കുന്നതെങ്കിൽ ഈ ദിശയിലേക്ക് കറണ്ട് ഒഴുകും. ഇനി ഞാൻ മാഗ്നറ്റിക് ഫീൽഡിനെ മാറ്റുകയാണ്, ദിശ മാറ്റുന്നില്ലെങ്കിൽ നോക്കൂ, ഇതിന്റെ ചലിക്കുന്ന ദിശ ഇങ്ങനെ തന്നെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് മാറ്റുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ മാറും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് വലത് കൈ നിയമം. ആദ്യം മോട്ടോർ തത്വത്തിൽ നമ്മൾ പഠിച്ചത് ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിനെയും കാന്തിക മണ്ഡലത്തിനെയും, തള്ളവിരൽ ചലനത്തെയും, നടുവിരൽ വൈദ്യുത പ്രവാഹത്തിനെയും കറണ്ടിനെയും സൂചിപ്പിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണ തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 2 ഉപകരണങ്ങളാണ്. ഒന്ന് ജനറേറ്റർ, AC ജനറേറ്റർ. 2 ചലിക്കും ചുരുൾ മൈക്രോഫോൺ. AC ജനറേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അവിടെ ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് AC ജനറേറ്റർ പ്രവർത്തിക്കുന്നത്? ഇവിടെയും നമുക്ക് എന്തുണ്ട്? എന്താണ് AC? അപ്പൊ ഇവിടെയും നമുക്ക് ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ഒരു ആർമേച്ചർ ഉണ്ട്. ഇവിടെ അത് ചലിപ്പിക്കുക, നമ്മളെല്ലാം സൈക്കിളിലൊക്കെ ഉപയോഗിക്കാറുള്ള ഡൈനാമോ, ഇതൊക്കെ ഈ തത്വത്തിൽ പ്രവർത്തിക്കുന്ന. ഡൈനാമോ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് മൈക്കൽ ഫാരഡേയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ വൈദ്യുതിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജനറേറ്റർ കണ്ടെത്താത്ത ഒരു ലോകം, നമ്മൾ ബാറ്ററിയിൽ നിന്ന് മാത്രം വൈദ്യുതി ഉണ്ടാക്കിയിരുന്ന ഒരു ലോകം, ജനറേറ്ററേ ഇല്ലാത്തൊരു കാലത്ത് ഈ ജനറേറ്റർ കണ്ടെത്താൻ ഈ ഒരു വലിയ കണ്ടുപിടുത്തമാണ് ജനറേറ്റർ നിർമ്മിക്കാനുള്ള കാരണം. അപ്പൊ ഇത്തരത്തില് ഈ മൈക്കൽ ഫാരഡേ കണ്ടെത്തിയ ഡൈനാമോയിൽ എന്തെല്ലാം ഉണ്ട്? ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ഒരു ആർമേച്ചർ ഉണ്ട്, അതുകൂടാതെ നമുക്കറിയാം അതില് പിന്നെ ഒരു സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ കൂടി, ഒരു സ്ലിപ്പ് റിംഗ് കമ്മ്യൂട്ടേറ്റർ കൂടി. സ്ലിപ്പ് റിംഗും സ്പ്ലിറ്റ് റിംഗും 2 തരം റിംഗുകളുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകതകള്? ഒന്ന്, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ അറിയാം, ഇവ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിത് ചലിപ്പിക്കുന്ന സമയത്ത്, ഈ കാന്തിക മണ്ഡലത്തിനനുസരിച്ച് ഇത് ചലിപ്പിക്കുന്ന സമയത്ത് കറണ്ടിന്റെ ദിശ ഉണ്ടാകുന്നു. ആ കറണ്ടിന്റെ ദിശ മാറിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണ്? നമ്മളിത് ചലിക്കുന്നതിനനുസരിച്ചിട്ട് ഈ കറണ്ടിന്റെ ദിശ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ആ വൈദ്യുതിയെ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റ് കറന്റ് അഥവാ പ്രത്യാവർത്തി ധാര വൈദ്യുതി. എന്നാൽ നമുക്ക് ഇത് മാറാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ സ്പ്ലിറ്റ് റിങ്ങുകൾ ഉപയോഗിക്കും. അപ്പൊ ദിശ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് റിങ്ങുകൾ ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെ AC ജനറേറ്ററുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ജനറേറ്ററിനെ നമ്മൾ സാധാരണ പറയുക സിംഗിൾ ഫേസ് ജനറേറ്റർ എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ 2 ബ്രഷുകൾ ഉണ്ടായിരിക്കും. ഇത് തന്നെയാണ് ആ ബ്രഷ്, ഗ്രാഫൈറ്റ് ബ്രഷുകൾ ഉണ്ടായിരിക്കും. ഈ ബ്രഷ് ഇത് ചലിക്കുന്നതിനനുസരിച്ചിട്ട് ഇതിലൂടെ നമുക്ക് നമ്മുടെ ഗാൽവനോമീറ്ററിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്, അതിൽ വൈദ്യുതി ഉണ്ടായിരിക്കും. ഇത് തൊട്ടുകൊണ്ട് ഇതിങ്ങനെ ചലിക്കുമ്പോൾ ഇതിൽ വൈദ്യുതി ഉണ്ടാവും. അങ്ങനെ ചലിപ്പിക്കുക എന്നുള്ളതാണ്. ആ ചലിപ്പിക്കുന്നതിന് നമ്മൾ റോട്ടർ എന്നൊക്കെ പറയും. അത് കൂടുതൽ അടുത്ത ഭാഗങ്ങളിൽ നമ്മളിത് പഠിക്കും. അപ്പൊ ഇത് കൂടാതെ ഇതിൽ പ്രയോഗിക്കുന്ന വൈദ്യുതകാന്തിക നിയമം, വൈദ്യുതകാന്തിക പ്രേരണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് നേരത്തെ പറഞ്ഞ മൈക്രോഫോൺ. നമ്മുടെ സമയം 4:54 ആയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ശരി, നോക്കൂ. അപ്പോൾ ഇത് കൂടാതെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു കോയിലിൽ ഉണ്ടാവുന്ന ഫ്ലക്സിന് വ്യത്യാസം വരുമ്പോൾ അതിലൊരു EMF ഉണ്ടാവുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു കോയിലിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് നോക്കൂ, അങ്ങനെ ഉണ്ടാകുന്ന ഒരു വൈദ്യുതി നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം. രണ്ട് കോയിലുകൾ അടുത്തടുത്ത് നമ്മൾ വെക്കുകയാണ് വിചാരിക്കുക. ഇങ്ങനെ രണ്ട് കോയിൽ അടുത്ത് വെക്കുമ്പോൾ ഒരു കോയിലിലേക്ക് നമ്മൾ ഇതുപോലെ ജനറേറ്ററിൽ നിന്നുണ്ടാക്കിയ ഒരു കറണ്ട് വിടുന്നു. നമുക്കറിയാം അതിന്റെ ദിശ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി ഇതിലേക്ക് കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കുക? ഇതിന്റെ കാന്തിക ഫ്ലക്സിൽ മാറ്റം വരുമല്ലോ. അങ്ങനെ ഇതിന്റെ കാന്തിക ഫ്ലക്സിൽ മാറ്റം വന്നാൽ എന്ത് സംഭവിക്കും? തൊട്ടടുത്ത് നിൽക്കുന്ന ഇതിന്റെ കാന്തിക ഫ്ലക്സിൽ മാറ്റം വരില്ലേ? അപ്പോൾ ഒരു കോയിലിന്റെ കാന്തിയ ഫ്ലക്സിൽ ഉണ്ടാവുന്ന മാറ്റം കൊണ്ട് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് വൺ കോയിൽ causes the change in the magnetic flux in the nearby coil. അപ്പോൾ അതിലെന്ത് സംഭവിക്കും? അവിടെ നമ്മളൊരു ഗാൽവനോമീറ്ററോ അല്ലെങ്കിൽ ഒരു ബൾബ് കൊടുക്കണം. ഈ ബൾബ് മാറ്റം വരും, പ്രകാശം വരും. കാരണം എന്താണ്? ഇതിനകത്ത് ഒരു വൈദ്യുതി ഉണ്ടാവും. ഇതിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ രണ്ട് തരത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഒന്ന് നമ്മൾ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇത് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ വൈദ്യുതകാന്തിക പ്രേരണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് ഉപകരണങ്ങൾ നമ്മൾ പഠിച്ചു. AC ജനറേറ്റർ, പിന്നെ ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ഇനി അടുത്തത്, ഇതില് ഒരു കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് മാറ്റം വന്നതുകൊണ്ട് തൊട്ടടുത്ത കോയിലില് ഒരു EMF ഉണ്ടായി. ഇതിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇത് പ്രകാരം പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോർമർ. നമ്മളുടെ എല്ലാ തരം ട്രാൻസ്ഫോർമറുകളും ഇതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. എന്താണ് ട്രാൻസ്ഫോർമറുകളുടെ ഉപയോഗം? പവറിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ, പവറിൽ നമുക്ക് മാറ്റം വരുത്താതെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറ്റുക, അല്ലെങ്കിൽ വോൾട്ടേജിൽ മാറ്റം വരുത്താൻ. ഈ വോൾട്ടേജിൽ മാറ്റം വരുത്താനുള്ള ഉപകരണമാണ് നമ്മുടെ ട്രാൻസ്ഫോർമർ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് എന്നും പുറത്തേക്ക് എടുക്കുന്ന വോൾട്ടേജിനെ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നും കൊടുക്കുകയാണെങ്കിൽ, ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും, നോക്കൂ, ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. അതിനെ വിളിക്കുന്ന പേര് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. നമ്മൾ സാധാരണ സ്റ്റെപ്പ് അപ്പ് എന്നൊക്കെ പറയാം. എന്നാൽ ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കുറവാണ്, നമുക്ക് വോൾട്ടേജ് കുറയ്ക്കുകയാണ് വേണ്ടതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് അനുയോജ്യമായ ഈ വോൾട്ടേജ് ഉണ്ടാക്കുക? ഇതിന്റെ പ്രത്യേകത ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, പവറിൽ യാതൊരു വ്യത്യാസവും വരുത്താതെ നമുക്ക് വോൾട്ടേജിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ നമ്മള് പവർ, എങ്ങനെയാണ് പവറിന് മാറ്റം വരുത്തിയത് നമ്മൾ ഓർമ്മയുണ്ട്. പവർ, അപ്പൊ ഇതില് എന്താണ് ഇതില് പ്രധാന ഭാഗങ്ങള്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കോയിലുകളാണ്. ആ കോയിലുകളെ രണ്ട് കോയിലുകളെ പേര് വിളിക്കും. ഒന്നിനെ പ്രൈമറി കോയിൽ എന്നും മറ്റത് സെക്കൻഡറി കോയിൽ എന്നും വിളിക്കും. ഒന്ന് പ്രൈമറി കോയില്, മറ്റത് സെക്കൻഡറി കോയിൽ. എന്താ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനെ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വോൾട്ടേജിനെ ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ പ്രൈമറി വോൾട്ടേജ്, പുറത്തേക്ക് വരുന്ന വോൾട്ടേജിനെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയും. അപ്പൊ ഇത് കാണിക്കുന്ന, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡറിയിലാണ്, ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. പ്രൈമറി അതിനേക്കാൾ കൂടുതലാണ് സെക്കൻഡറിയിലെ വോൾട്ടേജ് എങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. പ്രൈമറിയേക്കാൾ കുറവാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ഇവ കാണിക്കുന്ന ഒരു റൂളാണ്, അല്ലെങ്കിൽ ഇവ കാണിക്കുന്ന, നമുക്കറിയാം അതിന് ഈ കോയിലുള്ള ചുറ്റുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറിയെ നമ്മൾ NP എന്നും നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറിയെ നമ്മൾ NS എന്നും കൊടുക്കുകയാണെങ്കിൽ, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി NP എന്നും നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറിയെ NS എന്നും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോർമർ റേഷ്യോ എന്ന് പറയുന്നത് VS/VP സമം NS/NP.
അതായത് വി എസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറി ബൈ വോൾട്ടേജ് ഇൻ പ്രൈമറി ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അതിനാണ് കറണ്ട് കാണിക്കുന്ന റേഷ്യോ എന്തായിരിക്കും? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവറിൽ യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെയാണെങ്കിൽ പവറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പി ഈക്വൽ ടു വി ഐ. അപ്പൊ ഇത് വ്യത്യാസമില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വി പി ഇൻറ്റു ഐ പി, പ്രൈമറിയിലെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറിയിലെ കറണ്ട് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ്. അപ്പൊ നമുക്ക് വി എസ് ബൈ വി പി എന്തായിട്ട് കിട്ടും? ഐ പി ബൈ ഐ എസ്. അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് വി എസ് ബൈ വി പി സമം ഐ പി ബൈ ഐ എസ്. ഇവിടെ നമ്മൾ നേരത്തെ എങ്ങനെയാണ്? വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഇതാണ് നമ്മളുടെ ട്രാൻസ്ഫോർമർ റേഷ്യോ. അപ്പൊ ഈ ട്രാൻസ്ഫോമർ റേഷ്യോ വെച്ചിട്ട് നമുക്ക് അനുയോജ്യമായ വോൾട്ടേജ് നമുക്കറിയാം, ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നമ്മുടെ റോഡ് സൈഡുകളിൽ മുകളിൽ നിൽക്കുന്ന ട്രാൻസ്ഫോമറുകൾ മുതൽ വമ്പൻ ട്രാൻസ്ഫോമറുകൾ, പവർ സ്റ്റേഷനുകൾ ഉണ്ടാക്കുന്ന വലിയ ട്രാൻസ്ഫോമറുകൾ, നമ്മളുടെ സബ് സ്റ്റേഷനുകളിലുള്ള ട്രാൻസ്ഫോമർ ഒക്കെ ഈ തത്വത്തിന് അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് വേറെ ഒന്നാണ്, പുതിയ ഒരു പ്രതിഭാസമാണ്, ഇതൊന്നും അല്ലാത്തതൊന്നാണ് സെൽഫ് ഇൻഡക്ഷൻ. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്? ഒരു കോയിലിലൂടെ നമ്മൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ, ഇത് പ്രധാനമായിട്ട് ഡി സി വൈദ്യുതിയാണ് കടന്നു പോകുന്നത് വെച്ചാൽ പ്രശ്നമില്ല. എന്താണ് ഡി സി? ഡയറക്റ്റ് കറണ്ട്, ദിശ മാറാത്ത വൈദ്യുതി. നമ്മൾ നേരെ കുറച്ച് ജനറേറ്ററിൽ നിന്നും നമ്മളുടെ സപ്ലൈയിൽ നിന്നൊക്കെ വരുന്നത് എ സി കറണ്ടാണ്. ആ എ സി വോൾട്ടേജ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എ സി ഈ സിമ്പലോടാണ് എ സി കൊടുത്തു വിടുന്ന സമയത്ത് അതിലൂടെ ഒരു കോയിലിലൂടെയാണ് കടന്നു പോകുമ്പോൾ വെച്ചാൽ അതിന്റെ ദിശയിൽ മാറ്റം വരുന്നു, അതിന്റെ ഫ്ലക്സിൽ മാറ്റം വരുന്നു. അപ്പൊ അതിനെതിരായിട്ട് ഒരു ഇ എം എഫ് തിരിച്ചു വരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് ഇ എം എഫ്. ഒരു കോയിലിലൂടെ ആ കോയിലിലെ കാന്തിക ഫ്ലക്സിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി കൊടുക്കുമ്പോൾ ആ കോയിലിലെ കാന്തിക ഫ്ലക്സിൽ മാറ്റം വരുമ്പോൾ അതിനെതിരായി ഇ എം എഫ് ഉണ്ടാകുന്ന പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും അതിനെ വിളിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ. ഇങ്ങനെ ബാക്ക് ഇ എം എഫ് ഉണ്ടാകുന്ന പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പൊ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചു. അത് ഉപയോഗിക്കുന്ന ഉപകരണത്തിന് നമ്മൾ പറയുന്ന പേര് ഇൻഡക്ടർ എന്നാണ്. ചെറിയ സർക്യൂട്ടുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കോയിൽ പോലുള്ള സാധനം, അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഇൻഡക്ടർ. എന്തിനാ ഇൻഡക്ടർ ഉപയോഗിക്കുന്നത്? ഈ ഇൻഡക്ടർ നമ്മുടെ പവറിൽ വ്യത്യാസമില്ലാതെ കറണ്ടിൽ മാറ്റം വരുത്താൻ പറ്റും, നമുക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുത പ്രവാഹത്തിൽ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇൻഡക്ടർ. അത് ഈ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഇൻഡക്ടർ, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസം അനുസരിച്ച്. അപ്പൊ നമ്മളിവിടെ 3 പ്രതിഭാസങ്ങളാണ് ഈ മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നത്. വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന 2 ഉപകരണങ്ങൾ, എ സി ജനറേറ്റർ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ, ചലിക്കും ചുരുൾ മൈക്രോഫോൺ. അതിന്റെ കാര്യം ഒന്നുകൂടി പറയാം. മൈക്രോഫോണിന്റെ കാര്യം നമ്മൾ പറയാൻ പറ്റുന്നു. മൈക്രോഫോണിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ ഹലോ പറയുന്നത് നമ്മുടെ മൈക്കാണ്. ഈ മൈക്കിന്റെ പ്രത്യേകത എന്താണ്? ഇതില് ലൗഡ് സ്പീക്കറിലെ പോലെ തന്നെ ഒരു ഡയഫ്രം ഉണ്ടായിരിക്കും, ഒരു വോയിസ് കോയിൽ ഉണ്ടായിരിക്കും, ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഹലോ എന്ന് പറയുമ്പോൾ ഇതിനനുസരിച്ചിട്ട് ഡയഫ്രം ചലിക്കുകയും ആ ചലനത്തിനനുസരിച്ചിട്ട് വോയിസ് കോയിൽ ചലിക്കുകയും ഇതിന്റെ ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിലെ ഭാഗമായിട്ട് അവിടെ ഒരു വൈദ്യുത കാന്തിക പ്രേരണ തത്വം അനുസരിച്ചിട്ട് ഒരു വൈദ്യുതി ഉണ്ടാവുകയും ചെയ്യും. ഈ ഡയഫ്രം ചലിക്കുമ്പോൾ ഈ കോയിൽ ചലിക്കുകയും അങ്ങനെ ഒരു വൈദ്യുതി ഉണ്ടാവുകയും ചെയ്യും. ആ വൈദ്യുതിയാണ് പിന്നീട് നമ്മൾ ആംപ്ലിഫയറിലേക്ക്. അപ്പോൾ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്നുള്ളതും എ സി ജനറേറ്ററും പ്രവർത്തിക്കുന്നത് വൈദ്യുത കാന്തിക പ്രേരണ തത്വത്തില്. ട്രാൻസ്ഫോർമർ പ്രവർത്തിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന തത്വത്തില്. ഇൻഡക്ടർ പ്രവർത്തിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്ന തത്വത്തിൽ. അപ്പൊ നമ്മുടെ 3 പാഠങ്ങളാണ് നമ്മളിവിടെ വളരെ വളരെ ഉപരിപ്ലവമായിട്ട് വളരെ തൊട്ട് പറയാനേ സാധിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും
അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ ബാക്കി ഭാഗങ്ങൾ ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ, എൻ്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, രഞ്ജിത്ത്, ഷൊർണൂർ KVR ഹൈസ്കൂളിലെ അധ്യാപകനാണ്, ഭീമനാട് സ്വദേശം ആണ്. എൻ്റെ മൊബൈൽ ഫോൺ നമ്പർ വേണമെങ്കിൽ തരാം. അത് 94 46 484 222 944648422. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ കൂട്ടുകാരും മികച്ച വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ എന്നും പറയാറുള്ളത് പോലെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് പോലെ, നമ്മൾ ജാഗ്രത പാലിക്കണം. ഭീതിയല്ല വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ക്യാമ്പയിനുകൾ തുപ്പല്ലേ തോറ്റുപോകും. നമ്മൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ മാസ്ക് ധരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ നമ്മൾ വിജയിപ്പിക്കേണ്ടത്, വീട്ടിലിരിക്കേണ്ടതുണ്ട്. വെറുതെ ഇരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഗെറ്റ് റെഡി. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.